മലയാളികളെ ഓർത്തിട്ട് എനിക്ക് ഇത്ര അഭിമാനം തോന്നിയൊരു നിമിഷം എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല. ഇന്നലെ എൻ്റെ ഫോൺ കാണാണ്ട് പോയി ഇവിടെ ദോഹയിൽ വെച്ചിട്ട്. എന്നിട്ട് ഞാനും എൻ്റെ ഒരു നോൺ മലയാളി ഫ്രണ്ടും കൂടി, അവൾ മുംബൈയിൽ നിന്നുള്ളൊരു ഫ്രണ്ട്, അവളും കൂടി ഇന്ത്യൻ കോഫി ഹൗസിൽ ഫുഡ് കഴിക്കാൻ പോയിക്കുമായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഫോൺ കാണുന്നില്ല എന്ന് മനസ്സിലാക്കി. അപ്പം അവിടെ ഒരു ചേട്ടനുണ്ട്, സാനു എന്ന് പറയുന്ന ഒരു ചേട്ടൻ വന്ന് ഓർഡറൊക്കെ എടുത്തു. അപ്പോൾ എൻ്റെ വെപ്രാളം കണ്ട് ചേട്ടൻ വിളിച്ച് എന്ത് പറ്റിയും ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ കാണുന്നില്ല. അപ്പം ലൈക്ക് എവിടെ കാണാണ്ട് പോയ, ഊബറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പോയതാണോ ഇനി ഊബറിൻ്റെ അകത്താണോ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഊബറിൽ നമ്മൾ ഓൾറെഡി നമ്മൾ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു. പക്ഷേങ്കിൽ അത് അവർ റിവേർട്ട് ബാക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഈ സമയം കൊണ്ട് സാനു എന്ന് പറയുന്ന ചേട്ടൻ അവിടെ ഫുഡ് കഴിക്കാൻ വന്ന വേറൊരു മലയാളി ചേട്ടനെ വിളിച്ചിട്ട് വന്നിട്ട് ആ ചേട്ടൻ എൻ്റെ ഫോണിലെല്ലാം ചെയ്യും. ലൈക്ക് എൻ്റെ കയ്യിൽ 2 ഫോണുണ്ട്. അപ്പം ഞാനൊന്നും അങ്ങോട്ട് പറയാണ്ട് തന്നെ ചേട്ടാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ അല്ലെങ്കിൽ എന്നെ ഒന്നും പറയാണ്ട് തന്നെ അവർ ഇങ്ങോട്ട് എല്ലാം ചെയ്യും. ഷടപടയെന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഫ്രണ്ട്, ലൈക്ക് എൻ്റെ ഈ കൂടെയുള്ള ഫ്രണ്ട്, ഷീ സോ സർപ്രൈസ് ബിക്കോസ് അവൾ എന്നോട് ചോദിച്ചു നിന്നെ അറിയുന്ന ആൾക്കാരോടോ അല്ലെ നിനക്കറിയാമെന്നോ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഇവരാരെയും എനിക്കറിയത്തില്ല, അവർക്ക് എന്നെ അറിയത്തില്ല. പക്ഷേ ദേ ആർ ജസ്റ്റ് ഹെൽപ്പിങ് മീ. ലൈക്ക് ഷടപടയെന്ന് എല്ലാം ചെയ്യുക. അപ്പം നമുക്ക് മനസ്സിലായി ഈ ഫോൺ നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒന്നെങ്കിൽ ആരെങ്കിലും എടുത്തിട്ട് പോയിട്ടുണ്ടാവും, റോട്ടി വീണപ്പോൾ ആരെങ്കിലും എടുത്തിട്ട് പോയി, അല്ലെങ്കിൽ ഇനി ഊബറിൽ തന്നെയാണോ ഒന്നും അറിയില്ല. അപ്പം ഈ ചേട്ടനും ഈ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും അവർ കാറിലായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞാൽ വാ നമുക്ക് ഇത് ട്രേസ് ചെയ്ത് നമുക്ക് പോവാം, ഡയറക്ഷൻ ട്രേസ് ചെയ്യുക. അവിടെ നിന്ന് ഞങ്ങളെ കൊണ്ടുപോയി ഫോണിൻ്റെ പിറകെ ഇത് ഫോൺ പോകുന്ന രീതിയിൽ അവിടെ പോയി. പക്ഷെ അത് നടക്കുന്നില്ല, എന്നിട്ട് കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിറക്കി, പോലീസിനോട് സംസാരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. കാരണം എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. ഇവരെല്ലാം ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മളെ വേറെ പോലീസ് സ്റ്റേഷൻ, ഞങ്ങൾ പറഞ്ഞു വേണ്ട ചേട്ടന്മാർ വരണ്ട, ഞങ്ങൾ ഊബർ എടുത്തിട്ട് പോയിക്കോളാം. ഇവർ സമ്മതിക്കുന്നില്ല. ഇവർ പറഞ്ഞു വേണ്ട ഞങ്ങൾ കൊണ്ട് ആക്കിക്കോളാം. ലൈക്ക് ഐ ഡോണ്ട് നോ, ആ ചേട്ടൻ്റെ പേര് വിഷ്ണു, ഒരു ചേട്ടൻ്റെ പേര് അനൂപ്, അങ്ങനെയാണ്, ഇഫ് ഐ എം നോട്ട് റോങ് അനൂപ് എന്നാന്ന് തോന്നുന്നു. എനിക്കറിയില്ല. ഐ വാസ് സോ പ്രൗഡ് ടു ബി എ മലയാളി ആൻഡ് ഐ വാസ് സോ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. ബിക്കോസ് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയാൽ ഇത്രയും ഹെൽപ്പ് കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല. ആൻഡ് ഓൾസോ എൻ്റെ ഫ്രണ്ടും അവൾ ഭയങ്കര സർപ്രൈസ്ഡായി. അവൾ പറയുന്നത് ഇത് എങ്ങനെ, ലൈക്ക് ഇറ്റ് വാസ് സോ മാജിക്കൽ. ലൈക്ക് എല്ലാവരും അവിടെയുള്ള ഈ സാനു എന്ന് പറയുന്ന ചേട്ടനും, പിന്നെ അവിടെ കോഫി ഹൗസിലെ മാനേജർ ചേട്ടനും, പിന്നെ ഈ ചേട്ടന്മാരും എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ. ലൈക്ക് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റില്ല, അത്രത്തോളം ഹെൽപ്ഫുൾ. ആൻഡ് ഇവളുടെ മുമ്പിൽ വെച്ച്, കാരണം അവൾ മലയാളിയല്ല, അപ്പോൾ അവളുടെ മുമ്പിൽ വെച്ച് അവൾ ഇത് കാണുമ്പോൾ അവൾ എന്നോട് ഇരിക്കുന്നത് നിനക്ക് അറിയുന്ന ആൾക്കാരല്ല. അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ് എന്നെ ഇത്രയും ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളത്. ലൈക്ക് ഇറ്റ് വാസ്, എനിക്കറിയില്ല അവരോട് എന്നെ ഹെൽപ്പ് ചെയ്ത് ഇത് ആരെങ്കിലും ആ ചേട്ടന്മാരാരെങ്കിലും കാണുവാണെങ്കിൽ താങ്ക് യു സോ മച്ച്. എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. ലൈക്ക് യു ആർ ഓസം. ലൈക്ക് യു ഗൈസ് ആർ വെരി ഗുഡ്, വെരി നൈസ്, വെരി ഓസം. താങ്ക് യു സോ മച്ച്.